ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. വരുന്ന ഞായറാഴ്ചയാണ് ബ്രസീൽ തങ്ങളുടെ അടുത്ത സൗഹൃദ മത്സരം കളിക്കുക. എതിരാളികൾ ഈജിപ്താണ്. ഞായറാഴ്ച പുലർച്ചെ ഇന്ത്യൻ സമയം 3:30 ഈ മത്സരം നടക്കുക. ഈ മത്സരത്തിന് മുന്നോടിയായുള്ള ബ്രസീലിന്റെ ഒരുക്കങ്ങൾ അമേരിക്കയിൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മത്സരത്തിൽ കാർലോ ആഞ്ചലോട്ടി 5 മാറ്റങ്ങൾ വരുത്തും എന്നാണ് ESPN ബ്രസീൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് കഴിഞ്ഞ മത്സരത്തിന്റെ ആദ്യ 11-ൽ ഉണ്ടായിരുന്ന ബ്രമർ, ലിയോ പെരേര, അലക്സാൻഡ്രോ, ലൂയിസ് ഹെൻറിക്കെ, മാത്യൂസ് കുഞ്ഞ ഈ 5 താരങ്ങൾക്കും സ്റ്റാർട്ടിംഗ് 11-ലെ സ്ഥാനം നഷ്ടമാകും എന്നാണ് റിപ്പോർട്ടുകൾ. പകരം മാർക്കീഞ്ഞോസ്, ഗബ്രിയേൽ മഗല്ലസ്, ഡഗ്ലസ് സാന്റോസ്, ലുക്കാസ് പക്കേറ്റ, ഇഗോർ തിയാഗോ ഈ 5 താരങ്ങളും സ്റ്റാർട്ടിംഗ് 11-ൽ എത്തും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇങ്ങനെയായിരിക്കും ബ്രസീലിന്റെ സ്റ്റാർട്ടിംഗ് 11 ഉണ്ടാവുക. പിന്നീട് മത്സരത്തിന്റെ രണ്ടാം പകുതിയിൽ മറ്റൊരു 11 പരീക്ഷിക്കാനാണ് കാർലോ ആഞ്ചലോട്ടിയുടെ ഉദ്ദേശമെന്നും ഇപ്പോൾ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു. ഏതായാലും ബ്രസീലിന്റെ സ്റ്റാർട്ടിംഗ് 11 നമ്മൾ പരിശോധിക്കുകയാണ്. ഗോൾ കീപ്പർ ആയിക്കൊണ്ട് ആലിസൺ ബക്കർ തന്നെയായിരിക്കും. ഇനി പ്രതിരോധ നിരയിൽ സെന്റർ ബാക്കുമാരായിക്കൊണ്ട് ഗബ്രിയേൽ മഗല്ലസും മാർക്കിഞ്ഞോസും ഉണ്ടാകും. വിംഗ് ബാക്കുമാരായിക്കൊണ്ട് ഡഗ്ലസ് സാന്റോസും വെസ്ലിയുമായിരിക്കും ഉണ്ടാവുക. ഇനി മധ്യനിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഡിഫൻസീവ് മിഡ്ഫീൽഡർമാരായിക്കൊണ്ട് കാസമിറോ, ബ്രൂണോ ഗിമറസ് എന്നിവരായിരിക്കും ഉണ്ടാവുക. അറ്റാക്കിംഗ് മിഡ്ഫീൽഡറുടെ റോളിലായിരിക്കും ലുക്കാസ് പക്കേറ്റ കളിക്കുക. ഇനി മുന്നേറ്റ നിരയിൽ വലത് വിങ്ങിൽ റാഫീഞ്ഞയുണ്ടാകും. ഇടത് വിങ്ങിൽ വിനീഷ്യസ് ജൂനിയർ ഉണ്ടാകും. സെന്റർ ഫോർവേഡ് പൊസിഷനിൽ ഇഗോർ തിയാഗോയായിരിക്കും അടുത്ത മത്സരത്തിൽ കളിക്കുക. ഇങ്ങനെയായിരിക്കും ബ്രസീലിന്റെ ഒരു പോസിബിൾ ലൈനപ്പ്. നല്ല ഒരു ലൈനപ്പ് തന്നെ അടുത്ത മത്സരത്തിൽ ഇറക്കാനാണ് ഇപ്പോൾ ആഞ്ചലോട്ടിയുടെ പദ്ധതി. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.